പാഠം 1067 ഒരു സമൂഹ വിവാഹ കഥ. ഹലോ, അതെ. ആ സുമിത്രേ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നോ? എന്തായി കാര്യങ്ങള്? ഓ, ഒരു തരത്തിലും അച്ഛൻ വഴങ്ങുന്നില്ലെങ്കിൽ പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഞാൻ ഇന്നലെ പറഞ്ഞ വഴി. എന്റെ സുമിത്ര, ഇങ്ങനെ പേടിച്ചിട്ട് നിനക്ക് ജീവിക്കാൻ പറ്റില്ല. നിനക്ക് വിനയനെ ഇഷ്ടമാണല്ലോ, അവനും നിന്നെ ഇഷ്ടമാണ്. പിന്നെ നിങ്ങൾ ആരെയാണ് ഇങ്ങനെ പേടിക്കുന്നത്? നീ ഇറങ്ങിപ്പോയി കല്യാണം രജിസ്റ്റർ ചെയ്യ, അത്രേ ഉള്ളൂ. ആ, ഞാൻ ഓഫീസിൽ നിന്ന് വന്നിട്ട് വിളിക്കാം. ശരി. എന്താണ് സംഭവം? അതോ, അതെന്റെ ഒരു പരിചയക്കാരിയാ സുമിത്ര. ടൗണിലൊരു കമ്പനിയിൽ നല്ലൊരു ജോലിയുണ്ട് അവക്ക്. പണ്ട് തൊട്ടേ ഒരു പയ്യനുമായിട്ട് അവള് നല്ല അടുപ്പത്തില്ല. അവളെ കല്യാണം കഴിക്കാൻ പക്ഷെ സുമിത്രയുടെ അച്ഛൻ സമ്മതിക്കുന്നില്ല. അപ്പൊ പിന്നെ അവന്റെ കൂടെ ഇറങ്ങിപ്പോകല്ലാതെ വേറെന്താ ഒരു വഴി? എന്ത്? അച്ഛനമ്മമാർ സ്നേഹിച്ചു വളർത്തിയൊരു പെൺകുട്ടിയോട് ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോകാൻ പറയുന്ന നിന്നെയൊക്കെ നല്ല ചൂരല് തല്ലുക വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ മോനെ, സുമിത്രയ്ക്ക് ജോലി കിട്ടിയ കാലം മുതൽ വിനയൻ ആ വീട്ടിൽ കയറി ഇറങ്ങി കല്യാണം ആലോചിക്കുന്ന. സുമിത്രയുടെ അച്ഛൻ പക്ഷെ സമ്മതിക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? സുമിത്രയുടെ അച്ഛൻ സമ്മതിക്കാതിരിക്കണമെങ്കിൽ അതിനൊരു കാരണം കാണും. ഉണ്ട്. സുമിത്രയ്ക്ക് നല്ല ശമ്പളം ഒരു ജോലിയുണ്ട്. കിട്ടുന്ന ശമ്പളം മുഴുവനും അച്ഛനെ ഏൽപ്പിക്കണം. സുമിത്ര കല്യാണം കഴിഞ്ഞു പോയ പിന്നെ ആ പൈസ കിട്ടൂലല്ലോ. അതാണ് കല്യാണം നടത്താൻ സുമിത്രയുടെ അച്ഛൻ ഇത്ര വലിയ മടി. ഇത്തരത്തിലുള്ള എത്ര അച്ഛനമ്മമാരുണ്ടെന്നറിയോ മോനട്ടാ? അത് പറഞ്ഞപ്പോഴാ മൈത്രി ക്ലബിലെ ആ ശിവരാമൻ ഇന്നലെ വക്കീൽ ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ക്ലബ്ബ് അടുത്ത മാസം ഒരു സമൂഹ വിവാഹം നടത്തുന്നു. 10 പേരുടെ കല്യാണം നടത്തുന്നത്. പെൺമക്കളെ കല്യാണം കഴിച്ച് അയക്കാൻ നിവൃത്തിയില്ലാത്ത വീട്ടുകാരെ പറ്റി ശിവരാമൻ പറയുന്ന കേട്ടപ്പോ സത്യം പറഞ്ഞ സങ്കടം തോന്നി മോനട്ടാ. അതൊക്കെ വെച്ച് നോക്കുമ്പോ സുമിത്രയുടെ അച്ഛൻ ഇത് എന്തിനു സുഖടാ? സുമിത്ര അവളുടെ പാട് നോക്കി പോയാ അവക്ക് കൊള്ളാം. നീ ഇങ്ങനെ ഓരോ ന്യായം പറഞ്ഞ് നടന്നോ? പെൺകുട്ടികൾ എപ്പോഴും വീട്ടുകാരെ അനുസരിച്ച് നിന്നാൽ അവർക്ക് കൊള്ളാം. ഇങ്ങനെ സകല കാര്യങ്ങൾ കുറ്റം കണ്ടുപിടിക്കാൻ നടക്കാതെ ആർക്കെങ്കിലും ഉപകാരമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ നോക്കും മോനട്ടാ. വില്ലേജ് ഓഫീസിലിരുന്ന് കരഞ്ഞെടുത്ത് രസീത് കൊടുക്കുന്നത് മാത്രമല്ല ഈ ജീവിതം എന്ന് പറയുന്നത്. അതൊക്കെ മോഹനട്ടാ ശിവരാമനെ കണ്ടുപിടിക്കണം. എന്ത് നല്ല മനുഷ്യനാണെന്നറിയാമോ? ശിവരാമൻ ടൗണിൽ പെയിന്റോട് നടത്തുന്നു. അതെന്താ അരക്കേടില്ലാത്ത വരുമാനം കിട്ടുന്നുണ്ട്. അക്കൂട്ടത്തിൽ നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ശിവരാമൻ ചെയ്യുന്നുമുണ്ട്. അങ്ങനെയാണ് ഈ മൈത്രി ക്ലബ് ഉണ്ടായത് തന്നെ. ശിവരാമനെ പോലെ തന്നെ മനുഷ്യർക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറെ ചെറുപ്പക്കാരും കൂടിയുണ്ട് ആ ക്ലബിനകത്ത്. ഈ കാലത്ത് ഇത്തരത്തിലുള്ള ഓരോ ആൾക്കാരുണ്ട്. നാട്ടുകാർക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുകയാണെന്ന് അങ്ങ് വരുത്തി തീർക്കും. എന്നിട്ട് അതിന്റെ പേരിൽ അവർ തട്ടിപ്പടത്തും. ശിവരാമനെ കണ്ടാ തന്നെ അറിയാം ആള് ശരിയല്ലെന്ന്. എന്തിനാ മോഹനേട്ട ചുമ്മാ ഈ വേണ്ടതിനും പറയുന്നത്? മോഹനേട്ടനായിട്ട് ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്യൂല. അതിന് മനസ്സുള്ള മറ്റുള്ള ആളുകളെ കുറ്റം പറയാതെങ്കിലും ഇരുന്നൂടെ? അത് മര്യാദകളാട്ടോ. മോഹനേട്ടൻ അറിയാമോ? എന്ന് ഞാൻ പറഞ്ഞുതരാം. 10 പെൺകുട്ടികളുടെ കല്യാണമാണ് അവര് നടത്തുന്നത്. ഓരോരുത്തർക്കും 10,000 രൂപ അവര് കൊടുക്കുന്നുണ്ട്. കല്യാണ ചെലവ് മുഴുവൻ മൈത്രി ക്ലബല്ലേ വഹിക്കുന്നത്. എല്ലാം കൂടി ഒരു 4-5 ലക്ഷം രൂപ ചെലവാകുന്നാണ് പറഞ്ഞത്. ആ കാശ് മുഴുവൻ അവര് പിരിച്ചുണ്ടാക്കുമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം നടത്താനാണെന്നൊക്കെ പറയുമ്പോ ആളുകൾ കൈ അയച്ചൊക്കെ സംഭാവന കൊടുക്കുമല്ലോ. ആകെ ചെലവാകുന്നതിന്റെ ഇരട്ടി കാശ് അവരുടെ കയ്യിൽ കിട്ടുകയും ചെയ്യും. നല്ല ലാഭമുള്ള പരിപാടിയല്ലേ? ഭാമേ, ഇതൊന്നുമല്ല സാമൂഹിക പ്രവർത്തനം. നീ എന്നെ കണ്ടുപറ്റിക്കരുത്. ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തങ്ങൾ സത്യസന്ധമായി ഞാൻ ചെയ്യുമ്പോ ഞാൻ ചെയ്യുന്നത് ഒരു പൊതുപ്രവർത്തനമാണ്, സാമൂഹ്യ പ്രവർത്തനമാണ്. അല്ലാതെ നാട്ടുകാരെ പറ്റിച്ച് കാശ് പിരിച്ച് പകുതി പൈസ ചെലവാക്കി പകുതി തന്റെ പോക്കറ്റിലേക്ക് ഇടുന്നതല്ല സാമൂഹ്യ പ്രവർത്തനം. മനസ്സിലാക്ക്. ബാക്കി കേൾക്കാൻ പാടില്ല. ഒരു ശിവരാമൻ
ഹലോ സാറേ, ഞാനാ ശിശുപാലൻ. എന്താ ശിശുപാല? സാറേ, മൈത്രി ക്ലബിന്റെ ശിവരാമൻ സാറിനൊന്ന് കാണണമെന്ന് പറഞ്ഞു. സാറ് അറിഞ്ഞാണ്, അവരുടെ ക്ലബ്ബ് 10 പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട്. നാട്ടുകാരുടെ സഹായത്തോടെ ആ പരിപാടി. എന്നെ കാണാൻ വന്നു. 500 രൂപയെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞു. എന്റെ ഇല്ലാത്തോണ്ട് നാളെ കൊടുക്കാന്നാ ഞാൻ പറഞ്ഞേ. സാറിനെ വീട്ടിൽ വന്ന് കാണുന്നോ ആപ്പീസി വന്ന് കാണണോന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത്തരം കാര്യങ്ങളൊന്നും ആപ്പീസി ഒന്ന് സംസാരിക്കുന്ന സാറിന് ഇഷ്ടമല്ല, വീട്ടിൽ ചെന്ന് കണ്ടാ മതിയെന്ന്. അവൻ അങ്ങോട്ട് വരുമായിരിക്കും. എന്താ സാർ? കാശായിട്ടുള്ള ഓരോ വഴിയായിട്ട് ഇറങ്ങുന്നവർക്ക് ശിശുപാലൻ തന്നെ കൂട്ട്. 1 രൂപ കൊടുക്കില്ലല്ലോ. മറ്റുള്ളവരെ പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെ. എന്താ എനിക്ക് മനസ്സിലായില്ല. കെ മോഹനകൃഷ്ണന്റെ കയ്യിലുള്ള പൈസ ആരെയും പറ്റിച്ചുണ്ടാക്കിയതോ കൈക്കൂലി വാങ്ങിയതോ അല്ല. ഓ, നല്ല അന്തസ്സായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാ. അത് വെറുതെ വാങ്ങിച്ചുകൊണ്ട് പോയി പുട്ടടിക്കാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അയാളൊരു പമ്പര വിട്ടിയ. ഇപ്പോഴും സത്യം പറഞ്ഞ എന്താന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിലാക്കിയാൽ മതി. ഓ ശരി, അതവിടെ നിൽക്കട്ടെ. ആ ശിവരാമൻ ഇന്നലെ എന്നോട് പിരിവ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ അതൊരു ഇല്ലാത്തോണ്ട് കൊടുത്തില്ല. ഒരു നല്ല കാര്യത്തിനല്ലേ മോനേട്ടാ, തരക്കേടില്ലാതെ 1 രൂപ കൊടുക്കണേ. എന്റെ എവിടുന്നാ? വെറുതെ കാശ് ചോദിച്ച് എന്നെ കാണാൻ വരുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് അയാളോട് പറഞ്ഞേക്ക്. ഒന്നും കൊടുക്കാതിരുന്ന അതിന്റെ നാണക്കേട് മോനേട്ടനെ കേട്ടോ. ഈ നാട്ടുകാർ മുഴുവനും പൈസ കൊടുക്കുന്നുണ്ട്. മോഹനായിട്ട് മാത്രം കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ശിവരാമൻ ആ കാര്യം നാട്ടുകാരോട് മുഴുവനും പറയും. വലിയ ന്യായം പറഞ്ഞു നടക്കുന്ന മോഹനേട്ടന് ഇത്തരം ഒരു കാര്യത്തിന് 1 രൂപ പോലും കൊടുക്കാത്ത ഒരു ഭൂലോക പിശുക്കിനാന്ന് നാട്ടുകാർ മുഴുവനും അറിയുമ്പോ മോഹനേട്ടന്റെ മാനം പോകും. നാട്ടിലൊരു നല്ല കാര്യം നടക്കുമ്പോ ഇങ്ങനെ ദാരിദ്ര്യം പറയല്ലേ. എന്റെ കയ്യിലുള്ള കാശ് എങ്ങനെ ചെലവാക്കണം തീരുമാനിക്കുന്നത് ഞാനാ. ഒരു ഉപദേശം ആരോട് പറയാൻ? ശിവരാമൻ എന്താ? ശിവരാമൻ കാശ് പിടിക്കാൻ വരുന്ന ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ പോയി പറയാം. ഈ മോനോട് കൊണ്ട് ഞാൻ തോറ്റു. ഈ കാര്യത്തിൽ എന്തിനിങ്ങനെ പിശു കാണിക്കുന്നേ? ഇത് എന്താ എന്റെ മോനോട്ട് കാണിക്കുന്നേ? 1000 രൂപ കൊടുത്ത് ഈ പ്രശ്നം തീരില്ലേ? ഒരു നല്ല കാര്യത്തിനല്ലേ? എത്ര രൂപ? 1000 രൂപ. അത് താഴെ എങ്ങനെ കൊടുക്ക? എന്ത്? ഒരൊറ്റ രൂപ കൊടുക്കൂലെന്ന്. ഞാൻ എവിടെ ഇല്ലെന്ന് പറഞ്ഞേ. അല്ല ഞാൻ ശിവരാമന്റെ മുന്നേ ആളാകാൻ വേണ്ടി എന്നെ തള്ളി പറയാനാണ് എന്റെ ഉദ്ദേശമെങ്കിൽ ഈ ജന്മത്തിന് എന്നോട് മിണ്ടില്ല. ഞാനിവിടെ ഇല്ല. എന്നെ അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞേക്ക്. ഇന്ന് വൈകുന്നേരം ഞാൻ ഇങ്ങോട്ട് വരില്ലെന്ന് പറഞ്ഞേക്ക്. നമസ്കാരം വക്കീലേ. നമസ്കാരം. എന്താ ശിവരാമ രാവിലെ? ഞാൻ മോനിഷ സാറിനൊന്ന് കാണാൻ വന്നതാ. അയ്യോ, മോഹനേട്ടൻ ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ? എവിടെ പോയി? അല്ല, മോഹനേട്ടൻ അത്യാവശ്യമായിട്ട് ആരെയും കാണാനുണ്ടെന്ന് പറഞ്ഞു പോയതാ. ശിശുപാലൻ ചേട്ടനെ കണ്ടപ്പോ പറഞ്ഞു സാർ രാവിലെ 9:30 വരെ ഇവിടെ കാണുമെന്ന്. ആണോ? അതുകൊണ്ടാണ് ഞാൻ രാവിലെ വന്നത്. അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യുക? വൈകിട്ട് എത്ര മണിക്കാ സാർ വരുന്നത്? അല്ല, വൈകിട്ട് സാധാരണ മോണിറ്റർ 5:30 വരും. പക്ഷെ ഇന്ന് വരുമെന്ന് അറിഞ്ഞൂടാ. അല്ല, ഒരു കാര്യം ചെയ്യേ, ശിവരാമനൊന്ന് വിളിച്ചിട്ട് വന്നാ മതി. ശരി. ഓ ശരി, ഇറങ്ങി വാ. മോനട്ടാ, മോനട്ടാ. അയ്യോ, എവിടെ? എന്തു പറയാൻ? ഓനന്റെ ഇവിടെ ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. ഈ സമൂഹ വിവാഹം എന്നാ? അടുത്ത മാസം 1-ാം തീയതി മറ്റാന്ന് തോന്നുന്നു. അപ്പൊ അതുവരെ ശിവരാമനെ കാണാതെ വിളിച്ചടക്കേണ്ടി വരുമല്ലോ. എന്തിനാ മോനട്ട് ഇങ്ങനെ പാടുപെടുന്നത്? കുറച്ച് പൈസ കൊടുത്താൽ അവർക്കതൊരു ഉപകാരമാവില്ലേ? ഓനോടാണ് പുണ്യം കിട്ടും. കാശ് കൊടുക്കൽ പുണ്യം വേണ്ട, തീർന്നല്ലോ. എന്നാ ശിവരാമ പരിപാടി? അടുത്ത മാസം 1-ാം തീയതി. ഓ, ഗോവിന്ദൻകുട്ടിയെ പോലുള്ളവർ സഹായിച്ചാലേ കാര്യങ്ങൾ ഭംഗിയായി നടക്കൂ. എനിക്കിപ്പോ സഹായിക്കണമെന്നുണ്ട് ശിവരാമ, പക്ഷെ പൈസ വേണ്ടേ? അങ്ങനെ പറയല്ലോ ഗോവിന്ദൻകുട്ടി.
നിങ്ങളൊക്കെ ഒരു കാര്യമില്ലാത്ത കാര്യത്തിൽ എത്രയോ രൂപ ചെലവാക്കുന്നത്. ഈശ്വര, ഇതൊരു നല്ല കാര്യത്തിലല്ലേ? ഒരു 500 രൂപ മുടക്കിയാൽ നശിച്ചു പോകത്തൊന്നുമില്ല. ശിവരാമൻ, കാശെടുക്ക്, കാശ്. ഗോവിന്ദൻകുട്ടി വരെ കാശ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് 1000 രൂപ പോക്കാം. അയ്യോ, ശശി ഒന്ന് സഹായിക്കണേ. ഒന്ന് പിടിക്ക്. പിടിച്ചോ. സാറെന്താ സാറേ ഇത് വഴി? ഈ വഴി പോകാൻ പാടില്ല, നിയമമുണ്ടോ? അല്ല, സാറിനെ ഇതുവരെ ഈ വഴിക്ക് കണ്ടിട്ടില്ല, അതുകൊണ്ട് വെച്ചതാ. എല്ലാവരും എല്ലാ ദിവസവും ഒരേ വഴി കൂടെ തന്നെ പോകണം, വല്ല നിയമമുണ്ടോ? ശശി എന്താ ഈ വഴിക്ക് ഞാൻ ചോദിച്ചോ? ഇല്ല. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ ഈ വിളിക്കുന്നത്? ശശി ചോദിക്കാൻ പാടില്ല, മനസ്സിലായോ? അഹങ്കാരി. രാമനെ പോലുള്ള വായി നോക്കൽ കാരണം മനുഷ്യന് നേർവഴിക്ക് നടക്കാൻ പറ്റുന്ന അവസ്ഥയെ. ഈശ്വര, ദാ നിൽക്കുന്നു. ഇവനെന്താ സർവ്വവ്യാപിയോ? എത്രയാ വേണ്ടത്? ഒരു 1000 രൂപ കൂടെ എടുക്കുന്നത്. 500 രൂപ പോരെ? അത് വിളിക്കുന്നതാണ്. അത് ശരി, പിരിവ് പൊടി പൊടിക്കുകയാണ്. ഇതിനൊക്കെ വല്ല കണക്കുകൊണ്ടുവന്നു. റെസിപ്റ്റ് ഉണ്ടോ? പിന്നെ റെസിപ്റ്റ് ഒക്കെ ഉണ്ട്. ഇവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ശരി. എന്താ സാറേ, ഇന്ന് ഓഫീസില്ലേ? അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ശശിയോട് പറഞ്ഞതാണ് വെറുതെ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന്. മലയാളം പറഞ്ഞ ശശിക്ക് മനസ്സിലാവില്ലേ? ശശി എന്തിനാ തിരിച്ചെത്തുന്നത് ഞാൻ ചോദിച്ചോ? അപ്പോ എന്നോടും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. എന്താ സാറേ ഇതൊക്കെ? അമ്മ, എന്താ ഇത് വഴിക്ക്? ഞാൻ ചിലപ്പോ ഇനിയും ഇതുവഴി തിരിച്ചു വന്നിരിക്കും. അതെന്റെ സൗകര്യം. അഹങ്കാരി. ഇങ്ങയുടെ തലയ്ക്ക് സുഖമില്ല, നാട്ടുകാർ പറയുന്ന സത്യമാണ്. മോനേഷ് സാറിന്ന് നേരത്തെ വരുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ പ്രഭേ. എന്ത് പറ്റിയോ എന്തോ? മണി 10 ഞാനോ അത് ആലോചിച്ചുകൊണ്ടിരുന്നേ. സാറ് വരുന്നതിന് മുന്നേ വരാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് 8:30 മണിക്ക് മുമ്പേ ഇറങ്ങിയതാ. ഞാൻ സാറിനെ രാവിലെ വിളിച്ചിരുന്നു. അപ്പൊ എന്നോടൊരു ചാട്ടവും ചാടി. ബാക്കി ഇവിടെ വന്നിട്ട് പറയാന്നാ പറഞ്ഞേ. അതെന്താ ശിശുപാലൻ ചേട്ടാ പ്രശ്നം? ഹലോ, ഉണ്ട്, കൊടുക്കാം. ശിശുപാലൻ ചേട്ടാ? ഹലോ, അതെ. എന്താ ശിവരാമ, നീ വീട്ടിൽ പോയില്ലേ? അത് ശരി. അയ്യോ, എനിക്കറിയില്ല. സാറ് കുറെ നേരത്തെ ഓഫീസിൽ വരുമെന്നാ പറഞ്ഞ്, പക്ഷെ ഇവിടെ വന്നിട്ടില്ല. എന്തായാലും 10 മണിക്ക് എത്താനാ സാധ്യത. ശരി. ശിവരാമന് സമൂഹ വിവാഹത്തിന്റെ പിരിവിന് വേണ്ടി നടക്കുകയാണല്ലോ. രാവിലെ എന്റെ വീട്ടിൽ കയറി. ഞാൻ പൈസ കൊടുത്തു. മോഹനേഷ് സാറിന്റെ വീട്ടിൽ പോയി കാണണമെന്നാ പറഞ്ഞ്. പക്ഷെ സാറ് വീട്ടിലും ഇല്ല. വീട്ടിലും ഇല്ലേ? പിന്നെ സാർ അവിടെ പോയി? ഇനിയിപ്പോ താലൂക്ക് ഓഫീസിലെങ്ങാനും പോയി കാണോ? ഇന്ന് താലൂക്ക് ഓഫീസിൽ പോയിട്ട് എന്തിനാ? പറയാൻ പറ്റില്ല. തകൽസിദ്ധാർക്ക് ഇടയ്ക്കിടയ്ക്ക് മോഹനേഷ് സാറിനെ കാണണോന്ന് തോന്നും. അപ്പം വിളിക്കും. സാറാണെങ്കിൽ ആ വിളി കേൾക്കാതിരിക്കാം. നേരെ താലൂക്ക് ഓഫീസിലേക്ക് ചെല്ലും. ഒരു തകൽസിദ്ധാരും വില്ലേജ് ഓഫീസറും ഇതിനു മാത്രം സംസാരിക്കാൻ എന്തിരിക്കുന്നെന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്താ ഒന്നില്ല സാർ.
അറിയണമല്ലോ. സ്വയംപ്രഭയ്ക്ക് എന്തോ അറിയണമല്ലോ. അത് ഞങ്ങള് വെറുതെ പറഞ്ഞോണ്ടിരുന്നത് സാർ ഓരോന്ന്. അല്ല സാറിന്റെ ഇതുവഴി എല്ലാ ദിവസവും അതുവഴിയാണല്ലോ വരുന്നത്. അതുകൊണ്ട് ഇന്നൊരു ദിവസം ഇതുവഴി വരാന്ന് വിചാരിച്ചു. ഇതുവഴി വരാൻ തോന്നിയത് കൊണ്ട് നിങ്ങൾ പറയുന്ന നോക്കി എനിക്ക് കേൾക്കാൻ പറ്റി. അത് അയ്യോ സാർ ഒന്നും വേണ്ട. തഹസിൽദാരെ കാണുമ്പോ ഞാൻ സ്വയംപ്രഭ പറഞ്ഞതെല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തോളാം. റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ തനി സ്വഭാവം എന്താണെന്ന് തഹസിൽദാർ അറിഞ്ഞിരിക്കണമല്ലോ. സാറേ ശിശുമാരെ ഒന്നും പറയണ്ട. തഹസിൽദാരോട് എല്ലാം പറഞ്ഞു കൊടുക്കും ഞാൻ. അതല്ല സാർ, ആ ശിവരാമൻ ഇപ്പോഴും വിളിച്ചിരുന്നു. സാർ അപ്പ വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു 10 മണിക്ക് വരുമെന്ന്. പറഞ്ഞു കൊടുത്തല്ലേ? അല്ല സാർ, ഒരാള് വിളിച്ചിട്ട് വില്ലേജ് ഓഫീസർ എപ്പോ വരുമെന്ന് വെച്ചാൽ പറയാതിരിക്കാൻ പറ്റൂ? ശിവരാമനോട് പറഞ്ഞെന്തിനാണ്? വേറെ എത്ര പേരെ കാണുന്നുണ്ട്. ശിവരാമനോട് തന്നെ പറഞ്ഞെന്തിനാ? അല്ല, ശിവരാമനാണല്ലോ ചോദിച്ചത്. അതുകൊണ്ട് കുറച്ച് വൈകും. തഹസിൽദാരെ കാണാനാണോ സാർ? കളിയാക്കിയതാണല്ലേ? അല്ല സാർ, ഞാനെന്തിനാ സാറിനെ കളിയാക്കുന്നേ? തഹസിൽദാർക്ക് വില്ലേജ് ഓഫീസറെ കാണണമെന്ന് പറയുന്നതിന് എന്താ കുഴപ്പം? ഞാനൊന്നും പറഞ്ഞില്ല സാർ. എന്തൊരു കഷ്ടോ. പലതരം ഭ്രാന്തുകൾ കണ്ടിട്ടുണ്ട്. ഇതുപോലത്തെ ഒരെണ്ണം ആദ്യമായിട്ട്. ശിവരാമൻ കൊണ്ട് വരുന്നുണ്ട്. എല്ലാത്തിനും കാരണം ശിശുവാണ്. ശിവരാമനോട് ഞാൻ ഇവിടെ വന്ന കാര്യം പറഞ്ഞ 3 പേർക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. സാറും ശിവരാമനും തമ്മിൽ എന്താ പ്രശ്നം? ഞങ്ങൾ ഒരുപാട് ബന്ധങ്ങളുണ്ട്. അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. ഞാൻ ഇങ്ങോട്ട് വന്നെന്നോ ഇതുവഴി പോയെന്നോ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ. എന്നെ നിങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ എവിടെ നിങ്ങൾക്ക് അറിയില്ല. വലിയ കുഴപ്പമില്ലല്ലേ? ഓഹോ, അപ്പൊ അതാണ് കാര്യം. എന്താ? ശിവരാമൻ കാശ് പിടിക്കാനല്ലേ വരുന്നത്. കാശ് കൊടുക്കാൻ കഴിയില്ലാത്തോണ്ടാണ് ഈ അഭ്യാസം കാണിക്കുന്നത്. ഓ, അത് ശരി. എന്റെ ഈശ്വര, ഇതെന്തൊരു പിശുക്ക്. നമസ്കാരം. ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. സാറ് പിന്നെ എങ്ങോട്ട് പോയി? അങ്ങനെ ചോദിച്ചാൽ ഉത്തരം പറയാൻ പ്രയാസ. മിക്കവാറും ആളിപ്പോ സംസ്ഥാനം വിട്ടിരിക്കാനാണ് സാധ്യത. എന്താ സാറേ ഇത്? സാറെന്താ ഇതുവഴി? നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന്. നിന്നോട് മര്യാദയ്ക്ക് ചോദിക്കാം. നീ എന്തിനാ എന്റെ കാര്യത്തിൽ ആവശ്യത്തിന് ഇടപെടുന്നത്? എന്റെ സാറേ, ഞാൻ എവിടെ പോയാലും സാറുണ്ട്. അതിനിപ്പോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? സാറിന് ഓഫീസിൽ പണിയൊന്നുമില്ലേ? ഇല്ലെങ്കിൽ അഹങ്കാരിയായി. സാറേ, നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ സാറിനെ അന്വേഷിച്ച് വീട്ടിൽ വരുന്നു. സാറ് പുറത്തു പോയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ ചെന്നു. അവര് പറഞ്ഞു സാർ എവിടെയാണെന്ന് അവർക്ക് അറിയില്ല എന്ന്. സാറേ, ഒരു അത്യാവശ്യ കാര്യം പറയാനാണ്. നമ്മുടെ ക്ലബ്ബ് നടത്തുന്ന സമൂഹ വിവാഹം 1-ാം തീയതിയാണ്. 10 പെൺകുട്ടികളാണ് ഞങ്ങൾ വിവാഹം കഴിച്ചേക്കുന്നത്. സാറ് അറിഞ്ഞില്ലേ? ഇത്രയും വലിയൊരു ചടങ്ങ് നടക്കുമ്പോ ഒരു വിശിഷ്ട അതിഥി വേണമല്ലോ. സാറിനെ വിളിക്കണമെന്നാ എല്ലാവരും പറയുന്നത്. സാറ് വന്നൊന്ന് പ്രസംഗിക്കണം. വധുവരന്മാരെ ഒന്ന് അനുഗ്രഹിക്കണം.
സാറുണ്ടെങ്കിൽ ആ ചടങ്ങിന് ആകെ ഒരു പ്രൗഢി ഉണ്ടാവും. അതുകൊണ്ടാ. നിനക്കിത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. സാറ് വരില്ലേ? ഹലോ, അതെ. ആ, എന്താ വിദ്യ ഈ നേരത്ത്? ആ, ഞാൻ കോടതി ഇറങ്ങിയപ്പോ തന്നെ അന്വേഷിച്ചിരുന്നു, കണ്ടില്ല. ഓ, വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. ശിവരാമനാ? ഓ, എന്നിട്ട് നീ എന്ത് പറഞ്ഞു? അത് നന്നായി. ആ, നാളെ കൊടുത്താ മതി. അതിനെന്താ? അയ്യോ, ഇവിടുത്തെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണേ നല്ലത്. മോഹനേട്ടന് ഒരു ഒറ്റ രൂപ പോലും കൊടുക്കുന്നു വിചാരിക്കണ്ട. കാശ് കൊടുക്കില്ല എന്ന് മാത്രമല്ല, മോഹനേട്ട ശിവരാമനെ പറ്റി പറഞ്ഞൊക്കെ നീ ഒന്ന് കേൾക്കണായിരുന്നു. ആ, ശിവരാമൻ ഭയങ്കര തട്ടിപ്പുകാരനാണ്. അത് മാത്രമല്ല, കാശ് പിരിച്ച് ഒറ്റയ്ക്ക് പുട്ടടിക്കാനാണ് പരിപാടി എന്നെല്ലാം മോഹനേട്ടൻ പറഞ്ഞു കളഞ്ഞു. നിനക്കറിയാലോ മോഹനേട്ടനെ. എന്താ അതില? എന്താ? ഞാൻ നിന്നെ തിരിച്ചു വിളിക്കാം. എന്താണ് നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? ആവശ്യമില്ലാത്ത കാര്യോ? വിദ്യയായിരുന്നു മോനട്ട വിളിച്ചത്. വെറുതെ എന്റെ പേര് പറയുന്നത്? വെറുതെ അല്ലല്ലോ. രാവിലെ മോനട്ട ശിവരാമനെ പറ്റി പറഞ്ഞില്ലായിരുന്നു? അയാള് ഭയങ്കര തട്ടിപ്പുകാരനാണ്, കള്ളനാണെന്നൊക്കെ. അത് ഞാൻ അവളോട് പറയില്ലായിരുന്നു. എന്തിനാ വെറുതെ അതൊക്കെ പറയുന്നത്? എന്താ ഇതിലിപ്പോ എന്താണ്? അല്ല, പറഞ്ഞു വരുമ്പോ ശിവരാമൻ അത്രക്ക് മോശക്കാരൊന്നും അല്ല. അല്ലെങ്കിൽ തന്നെ ഭാമ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. 10 പെൺകുട്ടികളുടെ കല്യാണം നടത്തി കൊടുക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമാണോ? അതൊരു വലിയ സംഭവമല്ലേ? എന്താ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ രാവിലെ എന്തോ പെട്ടെന്ന് പറഞ്ഞു പോയി എന്നുള്ളത് നേരാണ്. പക്ഷേ ശിവരാമൻ അങ്ങനെ ഒരു മോശക്കാരൊന്നും അല്ലല്ലോ. നല്ല ചിന്താശക്തിയും വകതിരിവുള്ള ചെറുപ്പം. ഇത്തരം അബദ്ധങ്ങൾ വില്ലേജ് ഓഫീസർക്ക് പറ്റുന്നത് ആദ്യമായിട്ടല്ല. കാശ് ചെലവാക്കാനുള്ള മടി കൊണ്ട് ഇതിലപ്പുറം വേലത്തരങ്ങൾ കക്ഷി കാണിച്ചു കൂട്ടിയിട്ടുമുണ്ട്. ഇത്തവണ എന്തായാലും കഥ ശുഭപര്യവസായി ആയതിൽ സന്തോഷം രേഖപ്പെടുത്തി ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.